ഇന്ന് പറയാൻ പോകുന്നത് മീരാബായി അഥവാ ഭക്തമീര വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന കഥയാണ്. അവരെ കല്യാണം കഴിച്ചിരുന്ന് മേവാർ രാജ്യത്തിലെ റാണ സിംഗ് എന്ന് പറയുന്ന രാജാവിൻ്റെ മകനായിരുന്നു ഭോജരാജ് സിസോഡിയോ. അദ്ദേഹം ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതായത് വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഭർത്താവ് മരിച്ചു. അന്നത്തെ കീഴ്വഴക്കമനുസരിച്ച് ഭർത്താവ് മരിച്ചാൽ ഭാര്യ വിധവയാണല്ലോ, അവർ സതി അനുഷ്ഠിക്കണമെന്നായിരുന്നു. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരൻ മീരാബായിയോട് വന്ന് പറഞ്ഞു, ദേവി സതി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദേവി ചോദിച്ചു, ഞാനെന്തിനാ സതി അനുഷ്ഠിക്കുന്നത്? എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടത് കൂടി ഒരു ഞെട്ടലാണ് അദ്ദേഹത്തിനുണ്ടായത്. കാരണം ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? ഇനി വേറെ വല്ലവരും ഉണ്ടോ എന്നൊരു സംശയമായി ഇവർക്ക്. ഉടനെ തന്നെ അവിടെ പരിചാരകരോടും അവിടെയൊക്കെ അന്വേഷിച്ചു. അപ്പോഴവർ പലരും പറഞ്ഞു, വെറുതെ മുറി അടച്ചിട്ടിരുന്നിട്ട് ഇങ്ങനെ തനിയെ സംസാരിക്കുന്നത് കേൾക്കാം. അപ്പം പറയുന്നത് അങ്ങ് അത്യന്തം സുന്ദരനാണ്, അദ്ദേഹത്തെ അങ്ങേ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള മധുരവചനങ്ങളാണ് പറയുന്നത്. ഉടനെ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയില്ലേ, വശപ്പീശ കൊണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. വീണ്ടും അദ്ദേഹം ദേവിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ദേവി പറയുന്നതിൽ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങ് ഒന്നുകിൽ സതി അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ കൊട്ടാരം വിട്ട് പുറത്തു പോകണം. ഒട്ടും മടിച്ചില്ല. അവിടുത്തെ വില കൂടിയ ആടയാഭരണങ്ങളോ യാതൊന്നും എടുക്കാതെ അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട്, എല്ലാ അവകാശങ്ങളും ത്യജിച്ചുകൊണ്ട് മീരാബായി റോഡിലേക്ക് ഇറങ്ങി. അങ്ങനെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരം. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണത്. അങ്ങനെ മീരാബായി വളരെ ദൂരം വെള്ളം പോലും കുടിക്കാതെ നടന്നു. പക്ഷേ ഒരു ക്ഷീണവും തോന്നിയില്ല. പക്ഷേ ഒരു 4-5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരങ്ങൾ അവരുടെ കൂടെ കൂടി. കാരണം മനോഹരമായ ഭജന ആലപിച്ചുകൊണ്ടാണ് നമ്മളുടെ ദേവി നടന്നുകൊണ്ടിരുന്നത്. എല്ലാവരും ആ ഭജനയിൽ പങ്കുചേർന്ന് അങ്ങനെ നടന്നു. ഗോവിന്ദ ഗോപാല എന്നുള്ള ആ ഒരു സംഗീതം ആലപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ ഭജനകൾ, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. ആരും ഒരു വിഷമമില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ ഈ ആൾക്കാരൊക്കെ കൂടിയപ്പോൾ പിന്നെ ദേവിക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണവും വസ്ത്രവും എല്ലാം കിട്ടുമല്ലോ. അങ്ങനെ അവസാനം വൃന്ദാവനത്തിലെത്തിച്ചേർന്നു. വൃന്ദാവനത്തിലെത്തിയപ്പോൾ അവിടുത്തെ സുപ്രസിദ്ധ ക്ഷേത്രമാണ് ബാങ്കി വിഹാരി ക്ഷേത്രം. അവിടെ ദർശിക്കാനായിട്ട് ചെന്നപ്പോൾ കാവൽക്കാർ തടഞ്ഞു. കാരണം ഇവിടെ പ്രവേശിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? കാരണം സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല. അപ്പം മീരാദേവി ചോദിച്ചു, ഇത് ആരുടെ ഉത്തരവാണിത്? അത് ഇവിടുത്തെ മുഖ്യ പുരോഹിതനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ കാണാനൊന്നും പറ്റില്ല എന്ന് വേഗം നമ്മുടെ മീരാബായി വന്നിരിക്കുന്നു എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പം മേവാറിലെ രാജകുമാരിയാണേ, സാധാരണ സ്ത്രീയല്ലല്ലോ ചെന്നിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ഗോസ്വാമി മുഖ്യ പുരോഹിതൻ ഇവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ കേട്ടോ. ചോദിച്ചു, അങ്ങ് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി, ഇതെന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്? ഉടനെ പൂർണ്ണ പുരുഷ യവഹി, ഒരൊറ്റയാളേ ഉള്ളൂ പൂർണ്ണ പുരുഷൻ, അത് സാക്ഷാൽ ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ്, അല്ലാതെ ആരുമില്ല. ബാക്കിയുള്ളവരെല്ലാവരും ഈ വാസനയിൽ മുങ്ങിപ്പൊങ്ങി താഴ്ന്ന് അതുമായിട്ട് നടക്കുന്ന ജീവനുകളാണ്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ തത്വങ്ങളൊക്കെ, ഭഗവത് തത്വങ്ങളൊക്കെ ഈ പുരോഹിതൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാണ് ദേവിയെ. അതിനുശേഷം ദർശനത്തിന് നേരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടോ ഭഗവാന്റെ നേരെ നിന്ന് ഒന്ന് നോക്കിയുള്ളൂ, അപ്പോഴത്തേക്കും ഭഗവാൻ കൂടെ പോന്നെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും പുരോഹിതൻ വേഗം വാതിലടച്ചു.
ഭഗവാൻ അവിടുന്ന് പോകാതിരിക്കാൻ. ഞാൻ പോയിട്ടില്ല അവിടെ, പക്ഷേ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നും അവിടെ ചെന്നാലുണ്ടല്ലോ, ഈ ഭക്തർ ചെന്ന് കഴിഞ്ഞാലല്ലോ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് കർട്ടൻ അങ്ങോട്ട് മാറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഭക്തന്മാർ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാനെ ഇരിക്കാൻ പറ്റില്ല, അദ്ദേഹം ചിലപ്പം കൂടെ പോന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ മീരാദേവി എന്തുമാത്രം ഭജനകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ലോകത്തിൽ കുഞ്ഞിലേ മുതൽ ശ്രീകൃഷ്ണനെ ഭർത്താവായിട്ട് കണ്ട് ആ മാധുര്യ ഭക്തിയിൽ മുഴുകിക്കഴിഞ്ഞ ആ നമ്മുടെ പ്രിയപ്പെട്ട മീരാഭായി സ്മരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.